രാസലീല എന്നത് ശ്രീകൃഷ്ണന്റെ അനന്തസൗന്ദര്യത്തെയും ഭക്തിയെയും പ്രകടിപ്പിക്കുന്ന ഒരു ദിവ്യനൃത്തമാണ്. പുരാണങ്ങൾ അനുസരിച്ച് കൃഷ്ണഭക്തരായ ഗോപികമാർ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ ശബ്ദം കേട്ട് അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നതും രാത്രിയിലുടനീളം കൃഷ്ണനൊപ്പം നൃത്തം ചെയ്തുമാണ് രാസലീലയുടെ തുടക്കം. ഇത് ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വൈഷ്ണവ പരമ്പരകളിൽ ഏറ്റവും ആകർഷകമായൊരു ആചാരമാണ് രാസലീല. ഭാഗവത പുരാണത്തിലും ഗീതഗോവിന്ദത്തിലും കൃഷ്ണന്റെ ഈ ദിവ്യലീല വിശദീകരിച്ചിരിക്കുന്നു. ഇത് ഭക്തിയോഗത്തിന്റെ ശ്രേഷ്ഠമായ ഒരു രൂപമാണ്. വൃന്ദാവനത്തിലെ നിധിവൻ എന്നത് ഒരു ദിവ്യസ്ഥാനമാണ്. ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നതനുസരിച്ച് രാത്രിയിൽ കൃഷ്ണൻ ഇവിടെ എത്തുകയും രാധയോടും ഗോപികമാരോടും കൂടി രാസലീല ആടുകയും ചെയ്യുന്നു എന്നതിനു പല തെളിവുകളും ഉണ്ട്. അതിലൊന്ന് ഇവിടുത്തെ രംഗമഹലാണ്. എന്നും ഒരു ചന്ദനക്കെട്ടിൽ കൃഷ്ണനായി ഇവിടെ ഒരുക്കി വയ്ക്കാറുണ്ടത്രേ. വെള്ളിയുടെ ഗ്ലാസിൽ വെള്ളവും സമീപത്ത് വെറ്റിലയും അടുക്കി വയ്ക്കും. പുലർച്ചെ പൂജാരി എത്തുമ്പോൾ വെള്ളവും വെറ്റിലയും കാണാതെ ആകും. കട്ടിലിൽ ആരോ കിടന്നതുപോലെ ആകും. ഈ അദ്ഭുതം രാസലീല ഇന്നും നടക്കുന്നു എന്നതിന് ഭക്തർ കാണിക്കുന്ന വലിയ തെളിവുകളിലൊന്നാണ്. നിധിവനിലെ മരങ്ങളും തുളസിച്ചെടികളും ദൈവിക അടയാളങ്ങൾ ആണ്. സാധാരണ മരങ്ങൾ മുകളിലേക്ക് വളരുമ്പോൾ നിധിവനിലെ മരങ്ങൾ കെട്ടിപ്പിണഞ്ഞ് താഴേക്ക് വളരുന്നു. കാരണം രാസലീലയ്ക്കിടെ ഇവ ഗോപികമാരായി മാറുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടുത്തെ തുളസിച്ചെടികൾ ജോഡികളായാണ് കാണപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മധുര, വൃന്ദാവൻ എന്നിവിടങ്ങളിൽ കൃഷ്ണ ജന്മാഷ്ടമി, ഹോളി എന്നീ ഉത്സവങ്ങളുടെ ഭാഗമായി അവതരിപ്പിക്കുന്ന ഒരു ജനപ്രിയ രൂപം കൂടിയാണ് രാസലീല.